നമ്മുടെ കണക്ക് മക്കളും ബന്ധുക്കളും സഹോദരങ്ങളും ഉള്ള അവർ യേശുക്രിസ്തുവിൽ ശക്തിയേറിയ സുവിശേഷകരായി മിഷണറികളായി അവരെ എങ്ങനെ മാറി, അവരെന്താണ് ചെയ്തത്? വെറുതെ നടന്നവരെ യേശു ചുമതല ഏൽപ്പിച്ചാൽ ഉടനെ പിറ്റേന്ന് എന്നിട്ട് യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കത്തില്ല. വെറുതെ നടക്കുന്ന ഒരാളെ കയറി ഇന്ന് നിന്നെ അപ്പോയിൻമെൻ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്ക് ഉടനെ കയറി ഒരു സ്റ്റേജിൽ കയറി അവർക്ക് പ്രസംഗിക്കാനോ യേശുവിന് വേണ്ടി വാദിക്കാനോ സാധിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇവരിത്ര ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നത്? എങ്ങനെയാണ് യേശു ദൈവമാണെന്ന് ഇവർ വാദിക്കുന്നത്? എങ്ങനെയാണ്? അതിന് ബൈബിളിൽ വ്യക്തമായ തെളിവ്. ആ തെളിവിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമ്മളും അതേപോലെ മാറിയാൽ നമുക്കും അവരെ പോലെ തന്നെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. വ്യക്തമായ തെളിവ് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ. അതിൽ അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ്. 2-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 2. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി ministries to the Lord and fast the Holy Ghost said. അത് ദൈവത്തിൻ്റെ മിനിസ്ട്രി, അത്യുന്നതനായ മിനിസ്ട്രി ഈ നല്ല ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആ മിനിസ്ട്രി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് അവരോട് പറയുവാണ്, എന്ത് ചെയ്യണം? നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സെപ്പറേറ്റ് മീ, എനിക്ക് വേണ്ടി വേർതിരിച്ച് വെക്കുക, എനിക്ക് വേണ്ടി മാറ്റി വെക്കുക, എനിക്ക് വേണ്ടി മാറ്റാനാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടി മാറ്റുക, സെപ്പറേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ദൈവത്തിൻ്റെ ശക്തി. അങ്ങനെയാണ് വാക്ക് പറയുന്നത്. നിങ്ങളെന്ത് പറയുന്നത്? സെപ്പറേറ്റ് ചെയ്യണം, എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുക. ഇതാണ് ആ വാക്ക്. എന്താണ്? ബർണബാസ് ആൻഡ് സോൾ ഫോർ ദ വർക്ക് വേർ ആൻഡ് ഐ ഹാവ് കാൾഡ് ദം എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുക. മാത്രമല്ല ബർണബാസിനെയും സാവൂളിനെയും കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് കർത്താവ് അവരെ നിയോഗിക്കുകയാണ്. കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ അവർ വർക്ക് ചെയ്യാൻ വേണ്ടി കർത്താവ് അവരെ നിയോഗിക്കാൻ, അവർക്ക് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കെ ദൈവം പറഞ്ഞത് എന്തുകൊണ്ട്? ദൈവം പറഞ്ഞതിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവർ എന്തു ചെയ്യുകയാണ്? അവർ ഫാസ്റ്റഡായിരുന്നു. അവർ ദൈവത്തെ ഉപവസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവരിരുന്നു. അതാണ് എൻ്റെ കാരണം. അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രിയിൽ ചിലവർ പറയും ഉപവാസവും പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല, ദൈവം എല്ലാം ചെയ്തെന്ന് പറയും. എന്നാൽ പിന്നെ അപ്പോസ്തലനെ ചെയ്തുകൂടായിരുന്നു? അപ്പോസ്തലന്മാർക്ക് അങ്ങനെ കരുതിക്കൂടായിരുന്നു? അതുകൊണ്ട് അങ്ങനെയുള്ള ധാരണ എവിടെയെങ്കിലും ദുരുപദേശം കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കളയുക. ശ്രദ്ധിക്കുക, നമ്മളെപ്പോലെ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് ഇവരെല്ലാം. ഇവർക്ക് ബന്ധുക്കളുണ്ട്, സ്വന്തക്കാരെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാധാ മനുഷ്യ ജീവിതം, ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ജീവിച്ചവർ. അവർ കർത്താവിനെ വർഷിപ്പ് ചെയ്തു. ഒന്ന് പറയുന്നത് വർഷിപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമത് അവർ പറയുകയാണ് ഉപവാസിച്ചു, അവർ ഫാസ്റ്റിംഗ് ഇരുന്നു. അപ്പോൾ ഉപവാസത്തിലും വർഷിപ്പ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുക. അവർ മാറിക്കണം. അവർ പിന്നെ ബന്ധുക്കളോ സ്വന്തക്കാരോ അങ്ങനെയല്ല. അവർ കർത്താവിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കിൾ അവർ മാറുകയാണ് പിന്നെ ചെയ്യേണ്ടത്. ഈ കർത്താവിന് വേണ്ടി സെപ്പറേറ്റ് ആകാത്തവരാണ് എത്ര വചനം കേട്ടിട്ടും പിന്നെയും അവർ പഴയ ജീവിതം നയിക്കുന്നത്. കർത്താവിന് വേണ്ടി മാറാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മാറിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാൻ കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി മാറും എന്ന് തീരുമാനം എടുക്കുക. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അങ്ങനെ അവർ ഉപവസിച്ചു. പിന്നെന്താണ്? മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ അവർ ഉപവസിച്ചു. അങ്ങനെ അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാ അവരോട് പറഞ്ഞു, ബർണബാസിനെയും സൗളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലൂക്യായിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. സലാമീസിൽ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു.
അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ച് അവരെ അയച്ചു. ഇതാണ് സഭയുടെ ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ഇതാണ്, അതായത് ഒരു സഭ, ഒരു ചർച്ച് ഓർഡിനേറ്റ് ചെയ്യുക. ഇവിടെ പത്രോസൊന്നും അല്ല കൈവെക്കുന്നത്, സാധാരണ ആ സഭയിലുള്ള മൂപ്പന്മാരാണ് കൈവച്ച് അയക്കുന്നത്. ചിലവർ പറയും പൗലോസിനെ കൈവച്ച് അയച്ചത് പത്രോസാണെന്ന് പറയും. അതൊക്കെ ഈ റിലീജിയൻ തന്ത്രങ്ങളാണ്. അതെല്ലാം സത്യസുവിശേഷത്തിൽ അങ്ങനെയൊന്നുമില്ല. സത്യസുവിശേഷത്തിൽ ഇങ്ങനെയുള്ളൂ. അത് അവിടെ ഉണ്ടായിരുന്ന ആ ചർച്ചിലുണ്ടായിരുന്ന ആ സഭാ മൂപ്പന്മാർ കൈവെപ്പ് നടത്തി എന്നേ ഉള്ളൂ. അങ്ങനെ അവർ കൈവെപ്പ് നടത്തി, ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഇവരെ കൈവെപ്പ് നടത്തി ഇവരെ അയക്കുകയാണ്. ഇതിനെയാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. അതായത് പൗലോസിനെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കുകയും അപ്പോയിൻമെൻ്റ് ചെയ്യുകയും ചെയ്തു. ദൈവം നേരിട്ട് വന്ന് അപ്പോയിൻമെൻ്റ് ചെയ്തു. രണ്ടാമത് സഭ ഓർഡിനേഷനും ചെയ്യുകയാണ്. അപ്പോൾ രണ്ടും നമുക്ക് വേണം. ഒന്ന് എന്ത് വേണം? ഒന്ന് ദൈവം നേരിട്ട് ചുമതലപ്പെടുത്തുക. രണ്ടാമത് ഏതാണ് വേണ്ടത്? സഭയുടെ ഓർഡിനേഷൻ നമുക്ക് വേണം. ഇത് രണ്ടും നമുക്ക് വേണം. അപ്പം നമ്മൾ പറയാണ്, എനിക്ക് നേരിട്ട് ദൈവം എന്നോട് ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളുമായിട്ട് അതിന് ബന്ധമില്ല. ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ, ക്രിസ്ത്യൻ തത്വങ്ങളുണ്ട്, സ്പിരിച്വൽ പ്രിൻസിപ്പിൾ എന്ന് പറയും. ആ പ്രിൻസിപ്പിളിൽ ഉപവാസവും ആരാധനയും, ഉപവാസം പ്രാർത്ഥനയല്ല, ഉപവാസവും ആരാധനയും, ഫാസ്റ്റിംഗ് ആൻഡ് വർഷിപ്പാണ്. ആ വർഷിപ്പിൽ ഇരുന്ന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് സഭ അനോയിൻറ്റിങ് ചെയ്യണം. അതാണ് പരിശുദ്ധാത്മാഭിഷേകം എന്നാണ് അതിന് പറയുന്നത്. പരിശുദ്ധാത്മാഭിഷേകം ചെയ്യണം. ഈ രണ്ടും കൂടെ ആയിക്കഴിയുമ്പോഴാണ് ഇവരൊരു അപ്പോസ്തലിക മിനിസ്ട്രിയായി ഇവർ മാറുന്നത്. അപ്പോഴാണ് യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഇത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചന പ്രകാരം നിന്നെ ഇറക്കി നീ ദൈവവേല ചെയ്യുന്നു. എന്നാൽ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ നീ അനോയിൻറ്റഡ് ആകുന്നത്, നീ ഒരു അധികാരത്തിൽ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത് നിനക്ക് ഓർഡിനേഷൻ കിട്ടുമ്പോഴാണ്. ഓർഡിനേഷൻ കിട്ടാത്ത ഒരാൾ, ഏതൊരാളും അയാൾ കുറച്ച് ഈ പറയുന്ന കണക്കുള്ളതല്ല, ഈ പൗലോസിനെയോ ബർന്നബാസിനെയോ പോലെയല്ല. അവർ സഭയുടെ ഓർഡിനേഷൻ ആവശ്യമാണ്. അത് അവരെ ഇന്ന സഭയുടെ തന്നെ വേണമെന്നില്ല. അവരവർ നിന്ന് വളരുന്ന ഏത് മിനിസ്ട്രിയാണോ ആ മിനിസ്ട്രിയുടെ ഓർഡിനേഷൻ മതി. അല്ലാതെ ഓർഡിനേഷന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് പലയിടത്തും പോയി കാശ് കൊടുത്ത് പണം കൊടുത്ത് ഓർഡിനേഷൻ വാങ്ങിക്കുന്നവരുണ്ട്. ആ ഓർഡിനേഷൻ നമുക്കറിയാം, മന്ത്രവാദിയായ ശിമയോൻ മേടിച്ച ഓർഡിനേഷൻ ചോദിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച ഓർഡിനേഷൻ പോലെ ഇരിക്കും. എന്നാൽ അതല്ല, നിങ്ങളെ വളർത്തിയ, നിങ്ങളെ മാനസാന്തരപ്പെടുത്തിയ, നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ മിനിസ്ട്രിയുടെ ഓർഡിനേഷൻ മതി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അപ്പോൾ ആ മിനിസ്ട്രിയിലുള്ളവർക്കും അതിൻ്റെ മുതിർന്ന ഗുരുക്കന്മാരിൽ നിന്ന് ഓർഡിനേഷൻ കിട്ടിയതാവാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ളവരിൽ നിന്നും ഓർഡിനേഷൻ കിട്ടിയവരായിരിക്കും അവർ. അല്ലാതെ അവർക്കും മിനിസ്ട്രി ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത്. എപ്പോഴും ഒരു ചങ്ങല ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു ആത്മീയ ചങ്ങല, തലമുറകൾ തോറും കൈമാറുന്ന ഒരു ആത്മീയ ചങ്ങല എപ്പോഴും ഉണ്ടാകും. ഇവിടെ യേശുവിൽ നിന്ന് ഇവർക്ക് കിട്ടി 12 അപ്പോസ്തലന്മാർക്ക് കിട്ടിയത്, 12 അപ്പോസ്തലന്മാർ എന്തു ചെയ്യുന്നു? 12 അപ്പോസ്തലന്മാർ മറ്റു പലർക്കും ഓർഡിനേഷൻ നൽകി. ആ ഓർഡിനേഷൻ നൽകിയവർ, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, അവർ ഓർഡിനേഷൻ അടുത്തവർക്ക് നൽകുന്നുണ്ട്. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയം ഇതാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ നേരിട്ട് ഒരു പ്രവാചകൻ വഴി ഇവരോട് പ്രവചനം പറയായിരുന്നു. നിങ്ങൾ എഴുന്നേൽക്കുക, എനിക്ക് വേണ്ടി സുവിശേഷ വേലയ്ക്ക് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറയാമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ തൻ്റെ വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേണ്ടി വേർതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാപ്ഷൻ മാത്രമേ, ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ വിചാരിക്കാമായിരുന്നു ഇവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മറ്റ് പ്രേക്ഷിത ശുശ്രൂഷയൊന്നും ചെയ്യിപ്പിക്കാതെ വചനം പറയാനായിട്ട് മാറ്റി നിർത്താൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് എന്ന് നമ്മൾ വിചാരിച്ചേനെ. എന്നാൽ അങ്ങനെ നമ്മൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ അതാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് തിരഞ്ഞെടുക്കുന്നത്, മനുഷ്യരല്ല. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കൈവപ്പ്, തലയിൽ കൈവപ്പ് കൊടുത്ത് അവരെ പറഞ്ഞുവിടണം. അപ്പോൾ ഏത് മിനിസ്ട്രിയോടാണ് അവരെ പറഞ്ഞയക്കാൻ പറയുന്നത്
ആ മിനിസ്ട്രിക്ക് അവർക്ക് കൈവപ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ റിലീജിയൻ കൈവപ്പ് അങ്ങനെയല്ല. റിലീജിയൻ കൈവപ്പ് പത്രോസിൻ്റെ കൈവപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി, അടുത്തത് കിട്ടി. പക്ഷേ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ കൈവപ്പെല്ലാം പൊട്ടിപ്പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു കൈവപ്പിൽ നിങ്ങൾ ആശ്രയം വെക്കണ്ട. ആയിരിക്കുന്ന മിനിസ്ട്രിയിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് പറയുകയാണ്, ഈ വ്യക്തിയെ കൈവപ്പ് കൊടുത്ത് പറഞ്ഞയക്കാൻ പറഞ്ഞാൽ ആ മിനിസ്ട്രിക്ക് അത് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. യേശുവേ ആരാധന. ഇവിടെ നമ്മുടെ കൈവപ്പിനെ കുറിച്ചല്ല ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഈ ബൈബിളിൽ ഉള്ളത് കാരണം ഞാനതൊന്ന് സംസാരിച്ചതേ ഉള്ളൂ. നാലാമത്തെ വാക്യം എന്താണ്? പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലൂക്യായിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. പിന്നീട് ഇവർ കൈവപ്പ് നൽകിയപ്പോൾ ഇവരെ കൈവപ്പ് നൽകിയവരുടെ ഉപദേശമോ കൈവപ്പ് നൽകിയവരുടെ ഉൾപ്രേരണയാലോ അല്ല അവർ പിന്നെ പോകുന്നത് പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. കേട്ടോ, കൈവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പോകുന്നത്? പരിശുദ്ധാത്മാവിനാൽ അവർ അയക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് കൈവപ്പ് നൽകിയ ആൾക്കൊന്നും അവിടെ പ്രശസ്തിയില്ല. പിന്നത്തെ പ്രശസ്തി ആർക്കാണ്? പരിശുദ്ധാത്മാവിനാണ് പ്രശസ്തി. പരിശുദ്ധാത്മാവാണ് പിന്നെ അവരെ നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സഹോദരന്മാരാകട്ടെ നിങ്ങൾക്ക് വചനം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച് ഇപ്പം ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർഡിനേഷൻ ഇല്ല, നിങ്ങൾക്കൊരു ചെറിയ കൈവപ്പ് പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. കാരണം നിങ്ങൾ തെറ്റുകൂടാതെ വചനം പറഞ്ഞ് ശീലിച്ചു വരണം. എന്നാൽ നിങ്ങൾ തെറ്റുകൂടാതെ വചനം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അയക്കപ്പെടുന്ന ശുശ്രൂഷയുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹം 12 വർഷത്തിന് മേളിൽ സുവിശേഷ വേല ചെയ്ത് പഴക്കമുള്ളതും 25 വർഷത്തിന് മേളിൽ സുവിശേഷ വേലയിൽ പഴക്കമുള്ള മൂപ്പന്മാരും ചേർന്നിട്ട് നിങ്ങളെ അനോയിൻറ്റിങ് ചെയ്ത് അഭിഷേകം ചെയ്ത്, അതായത് അനോയിൻറ്റിങ് ഓയിൽ, ഹോളി വാട്ടർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ അപ്പോയിൻമെൻറ്റഡാണ്. സ്വർഗത്തിൽ, ഭൂമിയിലാരും നമുക്ക് വേണമെന്നില്ല. സ്വർഗത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുക. സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് വചനം പറയുമ്പോൾ ആ വചന പ്രഘോഷണം ശ്രവിക്കാൻ, അത് ചെക്ക് ചെയ്യാൻ എപ്പോഴും യേശുവിൻ്റെ ആത്മാവ് സന്നിധനായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആ നിമിഷം മുതൽ നിങ്ങൾ വചനപ്രഘോഷണത്തിനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ ആ സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വചനം പറയുന്നത് എത്രമാത്രം എരിവുണ്ട്, എത്രമാത്രം ശക്തിയോടെയാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ്. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ 18-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവർത്തനം 18-7 നമ്മളൊന്ന് എടുക്കുക. അവിടം വിട്ട് അവൻ ദൈവഭക്തനായ തിസിയൂസ്തോസൻ എന്നൊരുവന്റെ വീട്ടിൽ പോയി. സിനഗോഗിൽ തൊട്ടടുത്തായിരുന്നു അവന്റെ വീട്. ഇവർ പലയിടത്തായിട്ട് ഇങ്ങനെ സുവിശേഷ വേലയിൽ ഇവരുടെ കിട്ടിയ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് കാരണം ഇവരിങ്ങനെ പലയിടത്തായിട്ട് ദൈവവേലയ്ക്കായിട്ട് ചെന്നു. അങ്ങനെ പള്ളിയോട് ചേർന്നുള്ള ഒരു യൂസ്തോത്തിൻ്റെ വീട്ടിൽ, ദൈവഭക്തനായ യൂസ്തോത്തിൻ്റെ വീട് ഇവർ താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. നോക്കിക്കോണം, വീട് വിട്ടങ്ങ് ഇറങ്ങി, കുടുംബം വിട്ടങ്ങ് ഇറങ്ങി, ഇവർ ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുക. ഇവരുടെ മൈൻഡിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം വളർത്തണം, സുവിശേഷം പൊതുജനം മൊത്തം അറിയണം എന്നൊരാഗ്രഹം മാത്രം മൈൻഡിൽ ഒരു തീ കത്തി തുടങ്ങി. ഇവർ പോയി ഒരു വീട്ടിൽ താമസം തുടങ്ങി. അടുത്തത് വായിക്കുമ്പം, സിനഗോഗിന് തൊട്ടടുത്തായിരുന്നു അവന്റെ വീട്. സിനഗോഗ് അധികാരിയായ ക്രിസ്പൂസും അവന്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു. കൊറിന്തോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഇത് പള്ളിപ്രമാണിയായ ക്രിസ്പോസ് എന്ന് വെച്ചാൽ പള്ളിയിലെ വലിയ മേൽനോട്ടക്കാരനാണ്. അദ്ദേഹവും അവിടുത്തെ കൂടിയ ആളാണ് പള്ളിയുടെ. അദ്ദേഹവും തൻ്റെ സകല കുടുംബം എന്ന് പറഞ്ഞാൽ ചേട്ടാനിയന്മാർ, മക്കളെ അവരെല്ലാവരും കൂടെ ചേർന്ന് കർത്താവിൽ വിശ്വസിച്ചു. കൊറിന്തോസിൽ പലരും സ്നാനമേറ്റു. ഇവരെല്ലാം ക്രിസ്തുവിലേക്ക് വന്നു. അതായത് പരിശുദ്ധാത്മാവിൽ അയക്കപ്പെട്ട, പരിശുദ്ധാത്മാവിൽ യേശു ക്രിസ്തു നേരിട്ട് ചുമതലപ്പെടുത്തിയ പൗലോസ് സഭ പരിശുദ്ധാത്മാവിൽ അനോയിൻറ്റിങ് ചെയ്ത് പരിശുദ്ധാത്മാവ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ചർച്ചിൻ്റെ കൊറിന്തോസിൽ, ഗ്രീസ് എന്ന് പറയുന്ന നഗരത്തിൽ അവിടെയുള്ള ഒരു
പള്ളിയുടെ അടുത്ത് ഒരു വീട്, ഒരു യൂസ്തോസ് എന്ന് പറയുന്ന പേരുള്ള ഒരാളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഇവരവിടെ കയറി താമസം തുടങ്ങി. അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന സകലരും അവരെല്ലാവരും മാനസാന്തരപ്പെടാൻ തുടങ്ങി. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. തൊട്ടടുത്തുള്ള കൊറിന്തോസുകാർ, ഗ്രീസുകാർ, അവരും കൂടെ പതുക്കെ മാനസാന്തരപ്പെടാൻ തുടങ്ങി. അവരെല്ലാം അങ്ങ് സ്നാനം സ്വീകരിക്കുക. നോക്കിയേ, ആത്മാവിൻ്റെ അഭിഷേകമുള്ളവർ ഒരു ഏരിയയിലോട്ട് ചെന്നതേ ഉള്ളൂ, പടപടപടാന്ന് പറഞ്ഞുകൊണ്ട് മാനസാന്തരം നടക്കുക. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അത് അയക്കപ്പെടുന്നതിൻ്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. അയക്കപ്പെടാത്തവർ എത്ര ബാനർ കെട്ടിയാലും, എത്ര ബാൾ പോസ്റ്റ് അടിച്ചാലും, എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അത് ക്ലിക്കാവത്തില്ല. എന്നാൽ അയക്കപ്പെട്ടവരാണെങ്കിൽ അവരൊന്നും ചെയ്യേണ്ട, തനിയെ ക്ലിക്കായിക്കോളാം. കാരണം അവരുടെ കൂടെ സ്വർഗം തന്നെ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ വ്യത്യാസം, ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവരവിടെ വന്നിട്ടുള്ള ശുശ്രൂഷ ഇവരുടേത് ശക്തമായി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്തു ചെയ്യുകയാണ്? യേശുക്രിസ്തു എന്തു ചെയ്യുകയാണെന്നുള്ളത് വ്യക്തമായും ബൈബിളിൽ പഠിപ്പിക്കുവാണ്. യേശുക്രിസ്തു ചെയ്യുന്നത് രാത്രിയിൽ സമയമായപ്പോൾ 9-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. യേശുക്രിസ്തു ഇതിനെന്ത് ചെയ്തെന്ന്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു. പൗലോസിനോട് രാത്രിയിലെ ദർശനത്തിൽ വന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനാകാതെ പ്രസംഗിക്കുക. നീ ഭയപ്പെടേണ്ട. നീ ഇപ്പോൾ പ്രസംഗിച്ച രീതികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ഭയപ്പെടരുത്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ രാജ്യത്തെ നീ പേടിക്കണ്ട. അതുകൂടാതെ തന്നെ നീ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്യരുത്. ഈ വാക്ക് ശ്രദ്ധിച്ചോ, മിണ്ടാതിരിക്കരുത്. കേട്ടോ, യേശുവിൻ്റെ കൽപ്പനയാണ്, മിണ്ടാതിരിക്കരുത്. ഭയപ്പെടുന്നത് ആരാ? ഇവിടെയുള്ള ഇവിടെയുള്ള യഹൂദന്മാർ സ്വന്തം ആൾക്കാർ തന്നെ ഒറ്റും. അതാണ് ഇവിടെ നടന്നത്. പിന്നീട് നിങ്ങൾ ആ ബൈബിളിൻ്റെ അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തം യഹൂദന്മാർ തന്നെ ഒറ്റി ഇവരെ ഇടി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, അവരെയൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യാൻ ഏറ്റ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് നിർബന്ധമായിട്ടും പറയുകയാണ്, മിണ്ടാതിരിക്കരുത്. എൻ്റെ നിന്ന് കൃപ പ്രാപിച്ചതിന് ശേഷം മിണ്ടാതിരിക്കരുത്. എന്നിൽ നിന്ന് കൃപയും അനോയിന്റിങ്ങും മേടിച്ചതിന് ശേഷം മിണ്ടാതിരിക്കരുത്. ഇത് യേശുവിൻ്റെ കൽപ്പനയാണ്. യേശുവിൻ്റെ കൽപ്പനയായത് മനസ്സിലാകുന്നുണ്ടോ? മിണ്ടാതിരിക്കാൻ പാടില്ല. അവിടുന്ന് നമുക്ക് ശക്തമായ താക്കീത് തരികയാണ്. അനോയിന്റിങ് കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. യേശു ആരാധന. അതുകൊണ്ട് 10-ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കരുതെന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. യേശുവിന് നന്നായിട്ട് അറിയാം. കയ്യേറ്റം കിട്ടും, ആക്രമണം കിട്ടും, ഇടി കിട്ടും. ഇതൊക്കെ ആർക്കറിയാം? മുകളിൽ ഇരിക്കുന്നവൻ അറിയാം. എല്ലാ തരത്തിലും നീ പീഡിപ്പിക്കപ്പെടും, മുകളിൽ ഇരിക്കുന്നവൻ അറിയാം. എല്ലാ തരത്തിലും നീ വിഷമിക്കപ്പെടും, മുകളിൽ ഇരിക്കുന്നവൻ അറിയാം. കാരണം നിന്റെ നാവിൽ ദൈവം വചനം ഇട്ടു. നിന്റെ നാവിൽ ദൈവം വചനം ഇട്ടത് കാരണം ഏത് തരത്തിലെ വേദനയോ ഏത് തരത്തിലെ വിഷമങ്ങളും മുകളിൽ ഇരിക്കുന്നവൻ അറിയാൻ പറ്റുക. അതുകൊണ്ട് നിനക്കത് ഏക്കണ്ട വരുമോ, അത് ഏക്കാതിരിക്കുമോ, നീ അതിൽ പീഡിപ്പിക്കപ്പെടുമോ പീഡിപ്പിക്കപ്പെടാതിരിക്കുമോ, ഇതൊക്കെ മുകളിൽ ഇരിക്കുന്നവൻ അറിയാം. അതുകൊണ്ട് പറഞ്ഞ വചനപ്രഘോഷണം വളരെ സത്യസന്ധമായത് കാരണം പ്രസംഗം കറക്റ്റ് ആയതുകൊണ്ട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്തു ദോഷപ്പെടുത്തുകയില്ല, ഉപദ്രവിക്കുകയില്ല. ഈ പട്ടണത്തിൽ നോട്ട് ചെയ്യണേ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. നിനക്ക് അറിയത്തില്ലടാ, എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇവിടെ കുറച്ചുപേരെ യേശുക്രിസ്തുവിനുള്ളെന്ന് വിചാരിക്കും. അല്ല, നമുക്കറിയാത്ത അനേകം വീരന്മാർ ഈ ദേശത്തുണ്ട്. നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളു, അത് തമ്പുരാൻ അറിയാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, തമ്പുരാൻ മാനസാന്തരപ്പെടുന്നവരുടെ കണക്ക് നോക്കുന്നവനാണ്. ഈ അനുകൂലത്തായി നടക്കുന്നവരുടെ കണക്കല്ല തമ്പുരാൻ എടുക്കുന്നത്. കറക്റ്റ് ദൈവവചനത്തിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുടെ കണക്കെടുക്കുന്നവനാണ് കർത്താവായ യേശു. അതാണ് കർത്താവായ യേശു. അവരുടെ കണക്ക് കറക്റ്റ് കർത്താവിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ വെറുതെ വിചാരിക്കുന്ന കണക്കല്ല.
അപ്പോസ്തലന്മാർക്ക് എല്ലാ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവത്തിലെ ഇന്നത്തെ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശം മാത്രം കേട്ട് നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമുക്ക് പരിഹാസം കേൾക്കും, കളിയാക്കി കേൾക്കും. കാരണം നമുക്ക് പല ഫെസ്റ്റിവലിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇവർ പോകുന്ന കണക്ക് പല തിന്മകളിലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവർ കാണിക്കുന്ന കണക്ക് അടി കൂടിയും വഴക്ക് കൂടിയും പോലീസിനെ കാവൽ നിർത്തിയുള്ള ഇവരുടെയൊന്നും മാസിൽ, എന്തോന്ന് ഹോളി മാസിൽ എവിടെ പങ്കെടുക്കാനാണ് നമ്മൾ? അപ്പോൾ നമുക്ക് അപ്പോസ്തലിക ഉപദേശം, ഈ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ വ്യൂവിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പോലീസിൻ്റെ കാവലിൽ അടിയും തോക്കുമായിട്ട് നിൽക്കുന്ന ഹോളി മാസിൽ എന്ത് യേശുവാണുള്ളതെന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവിടെ ചോദ്യം ചെയ്യും, ഇതിനകത്ത് എന്ത്? ഹോളി മാസല്ലേ ഏറ്റവും സ്നേഹം നിറഞ്ഞത്? സ്നേഹത്തിൻ്റെ ഏറ്റവും ടോപ്പ് മീനിങ് എന്ന് പറഞ്ഞത് ഹോളി മാസാണ്. ആ ഹോളി മാസിൽ അടിയും വഴക്കും തോക്കും വെടിയും പീരങ്കിയും ചോരയൊലിപ്പും ആയിട്ടാണ് ആ ഹോളി മാസം നടത്തുന്നതെങ്കിൽ ആ ഹോളി മാസിൽ യേശു എങ്ങനെ ഉണ്ടാകും എന്ന ചോദ്യം നമ്മുടെ അകത്തുണ്ടാവും. സ്വാഭാവികമാണ്. അനേകം ആൾക്കാരുടെ മുമ്പിൽ ചോദ്യമുണ്ട്. കാരണം ഇവരുടെ വിചാരം കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നത് കാരണം ആരും അറിയുന്നില്ലെന്നാണ്. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ, നീതിബോധമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് പേർ ഹോളി മാസിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഈ അടിയുണ്ടാക്കുന്ന കൂട്ടങ്ങൾ അറിയുന്നില്ല. ഇനിയിപ്പോൾ ഇവർ അഭിഷിക്തൻ അഭിഷിക്തൻ അങ്ങനെയാണ്. ആദ്യകാലങ്ങളിൽ സഭ താഴെ വീണപ്പോൾ ഒരു വിശുദ്ധനുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള യൂറോപ്യൻ തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ, പണ്ട് 10ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ജനങ്ങൾ അത് കേട്ടിട്ട് ആമേൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് PhDയും അതേപോലെ തന്നെ PGയും കഴിഞ്ഞ് നിൽക്കുന്ന യുവതലമുറയെടുത്ത് റോമൻ സായിപ്പിൻ്റെ തന്ത്രങ്ങൾ ഇനി ഏക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന. മനസ്സിലാവുന്നുണ്ടോ? ആ തന്ത്രങ്ങളൊന്നും ഇനി ഏക്കത്തില്ല. അവരപ്പോഴും ചെയ്യും, ഇത് എങ്ങനെ നേടിയെടുത്തതാ, എങ്ങനെയാണ് ഇപ്പോൾ ഇത് സമാധാനത്തിൽ നടക്കാൻ കാരണം എന്ത്? യുദ്ധം ചെയ്ത് നേടിയെടുത്തത്, അഴക്കുണ്ടാക്കി നേടിയെടുത്തത്, രക്തം വീണ് നേടിയെടുത്തത്, അനേകം പേര് ബഹളമായി നേടിയെടുത്ത്. ഇവിടെ ഇനി എന്ത് യേശു വരാനാ? കള്ളന്മാരുടെ കൂട്ടത്തിൽ വന്നിരുന്ന് അപ്പമുറിയിൽ പങ്കെടുക്കുന്നവനാണോ യേശു ക്രിസ്തു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ 100% പുത്തൻ തലമുറ ചോദിക്കാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ചോദ്യങ്ങളുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. യൂറോപ്യൻ രാജ്യത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളുടെ ഒരു ഞാൻ പിന്നെ സംപ്രേഷണം ചെയ്യാഞ്ഞതാ. നമ്മുടെ യൂറോപ്പിൽ, ഇറ്റലിയിലൊക്കെ വർക്ക് ചെയ്ത നമ്മുടെ ജീസസ് മിഷനിലെ പിള്ളേർ ഓരോരുത്തരെ പോയി ചോദിച്ചപ്പോൾ അവർ ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്ന മറുപടികൾ നമ്മുടെ ഉണ്ട്. ഡസൻ കണക്കിന് എൻ്റെ ഇരിപ്പുണ്ട്. ഞാനതിൻ്റെ തർജ്ജമ ചെയ്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്ത്യൻ സഭകളെക്കുറിച്ച് പറയുന്ന യൂറോപ്പിലുള്ള ചെറുപ്പക്കാരുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. ഞാനത് ചാനലിൽ ഇടാൻ വേണ്ടി കളക്ട് ചെയ്തത്. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി വെറുതെ എന്തിനാ അതങ്ങനെ സ്റ്റോക്ക് ചെയ്ത്, പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇടാമെന്ന് വിചാരിച്ചു. അതങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട്, ഇതേ ചോദ്യങ്ങൾ, ഇതേ ആശയങ്ങൾ. കാരണം അവിടെ വിദ്യാഭ്യാസം യൂറോപ്പിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടിയപ്പോൾ, ചിന്തകൾ കൂടിയപ്പോൾ, തത്വചിന്തകൾ കൂടിയപ്പോൾ ഈ റിലീജിയൻ നേതാക്കന്മാരുടെ അടവുകൾ നടക്കാതെ വന്നു. അവിടെയാണ് നമ്മൾ ഐക്യപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ് ഹല്ലേലൂയ, ഐക്യപ്പെടുന്നത് അതായത് നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് അടുത്തത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ല. കേരളത്തിൽ നല്ലതൊന്നും നോക്കിക്കൊണ്ട് നിങ്ങൾ ഓടിയാൽ തീരത്തില്ല, എങ്ങും കിട്ടത്തില്ല. നിങ്ങൾ നാണം കിടത്തേ ഉള്ളൂ. എവിടെയില്ല നല്ലത്. നമുക്ക് അക്കരെ നിൽക്കുമ്പം തോന്നും അത് നല്ലതാണെന്ന് തോന്നും. അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ അറിയാം വന്നത് പെട്ടുപോയെന്ന് അറിയാം, മനസ്സിലാവും. അതുകൊണ്ട് ആണ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ നിന്നെ നോട്ട് ചെയ്യുന്നു, നീയും ഞാനുമായി ചേർന്ന് നടക്കുക. കണക്ക് കൊടുക്കേണ്ടത് യേശുവിനോടാ. റിലീജിയൻ മത നേതാക്കന്മാർക്കല്ല കണക്ക് കൊടുക്കേണ്ടത്, യേശുവിനോടാണ്. കൊള്ളയും കൊലയും ശത്രുതയും വഴക്കും വിധേയത്വം ഇല്ലായ്മയും വിധേയത്വത്തിൻ്റെ പേരിൽ അവകാശമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നീചന്മാരുടെ കൂട്ടത്തിനല്ല നിങ്ങൾ വിധേയപ്പെടേണ്ടത്, ക്രിസ്തുവിനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിന് വിധേയപ്പെടാനായിട്ട് ഇനിയെങ്കിലും തയ്യാറായ നാളെ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കും. നിങ്ങളുടെ മക്കൾ ആത്മീയ വഴി തിരഞ്ഞെടുക്കും. അവർ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളെ കണ്ടിട്ടായിരിക്കും. എൻ്റെ പപ്പ എൻ്റെ മമ്മി ആത്മീയതയിലാണ് ജീവിച്ചത്, ഞാനും അങ്ങനെ ജീവിക്കുന്നു.
ഹല്ലേലൂയ. അവർക്ക് ഒരു മത നേതാവിനെ അവർ നോക്കത്തില്ല, അവർ അപ്പനെ അമ്മയെ മാത്രം നോക്കി അവർ ബൈബിളിലേക്ക് വരും. നമ്മുടെ കുടുംബങ്ങളിൽ വചനമുണ്ടാകണം. ആരെതിർത്താലും പോടാന്ന് പറയണം. ഹല്ലേലൂയ. അഥവാ ആരെങ്കിലും എതിർക്കുക, ആരോട് ചോദിച്ചിട്ടാണ് വീട്ടിൽ പ്രാർത്ഥന വെച്ചത്? അപ്പോൾ തിരിച്ചു ചോദിക്കണം, നീ ആരോട് ചോദിച്ചിട്ടാണ് നീ നിൻ്റെ ആലയത്തിൽ കയറി ശുശ്രൂഷ ചെയ്തത്? നീ ഏത് അനുവാദത്തിലാണ് എന്ന് തിരിച്ച് നിനക്ക് ചോദിക്കാൻ ഇപ്പോൾ കഴിവുണ്ടാകണം. യേശുവേ ആരാധന. ഇത് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുക. യേശു ക്രിസ്തു ജെറുസലേമിൽ വന്ന സമയത്ത് അന്നത്തെ ജനങ്ങൾ എന്തെല്ലാം കാപട്യമായിരുന്നോ ഫരിസേയൻ സദുക്കേയർ കാണിച്ചത്, അതേ രീതിയിലാണ് ഇന്ന് നമ്മുടെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ബലമുള്ള ഒരു ശിഷ്യരായി നമ്മൾ മാറേണ്ടത്. അവിടെയാണ് യേശുവേ ആരാധന. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുകയും ക്രിസ്തുവിനെ പോലെ സംസാരിക്കുകയും ചെയ്യേണ്ട ആൾക്കാർ, യുവതലമുറ ജനിക്കേണ്ടത് ഇവിടെയാണ്. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കണം. ഫരിസേൻ്റെ അടുത്ത് മാറിയിക്കണമെന്ന് പറയണം, സദുക്കേൻ്റെ അടുത്ത് ഓടാന്ന് പറയണം. അങ്ങനെ പറയുന്ന ആംബിയറുള്ള ഒരു തലമുറ വാർത്തെടുക്കപ്പെടണം ഇനി. അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ നിരീശ്വരവാദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, യുക്തിവാദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ആംബിയർ വേണം. യേശുക്രിസ്തുവും അടക്കം കിട്ടത്തില്ലെന്ന് യേശുക്രിസ്തു അടക്കം പേടിച്ചായിരുന്നെങ്കിൽ യേശുക്രിസ്തു സുവിശേഷ വേല ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയോ? യഹൂദന്മാരുടെ ഇടയിൽ അടക്കമൊന്നും കിട്ടിയിട്ടില്ല. യേശുക്രിസ്തുവിന് വെളിമ്പ്രദേശത്താണ്, കാൽവരി മല വെളിമ്പ്രദേശമാണ്, യഹൂദന്മാരുടെ സ്ഥലമൊന്നുമല്ല, കോട്ടയ്ക്ക് പുറത്താണ്. അവിടെയാണ്, വെളിമ്പ്രദേശത്താണ് യേശുക്രിസ്തുവിന് അടക്കം കിട്ടിയതെങ്കിൽ യേശുവിൻ്റെ ശിഷ്യൻ അത് ആഗ്രഹിച്ചാൽ മതി. യേശുവിൻ്റെ ശിഷ്യൻ അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട. നിൻ്റെ ഗുരുവും നിൻ്റെ നാഥനും നിൻ്റെ കർത്താവിനും യഹൂദന്മാരുടെ ഇടയിലെ വെളിമ്പ്രദേശത്ത് അവിടെയാണ് അടക്കം കിട്ടിയതെങ്കിൽ നീ അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട, നിനക്കും അങ്ങനെ മതി. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തെ പ്രതിയാണ് യേശു അത് സ്വീകരിച്ചതെങ്കിൽ സുവിശേഷത്തെ പ്രതി നീയും അത് സ്വീകരിക്കണം. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അപ്പോസ്തലപ്രവർത്തനം 19 എത്തിക്കഴിയുമ്പം 8-ാമത്തെ വാക്യം മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും എടുത്തോ. അപ്പോസ്തലപ്രവർത്തനം 19:8. അവൻ സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവം ദൈവരാജ്യത്തെക്കുറിച്ച് 3 മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. നോക്കിക്കോണം, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. യേശു ക്രിസ്തു രക്ഷകനാണ്, ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് വചനമാണ്, വചനം മാംസം ധരിച്ച് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന്റെ മുൻപിൽ ക്രിസ്തു മാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. അപ്പോൾ ദുർവാശിക്കാരായ കുറച്ച് പേർ, യുവമാർക്ക് വേറെ തൊഴിലില്ല, ജോലിയില്ല, യുവമാരിങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം മറ്റവരെന്ന് പറഞ്ഞാൽ ഈ സിനഗോഗ് പള്ളിയിൽ അവർ ഈ തൊപ്പിയും അവർ ഈ തൂങ്ങുന്ന ഇതൊക്കെ വെച്ച് വസ്ത്രത്തിൽ തന്നെ ഒരു പുരോഹിത വേഷമുണ്ട് മറ്റേ ഈ സിനഗോഗുകളിലൊക്കെ വരുന്നവർക്ക്. ഇപ്പം ജനങ്ങളുടെ കോൺസെപ്റ്റ് മൊത്തം അങ്ങോട്ട് പോയി. ഇപ്പം ഇവർ ഈ സാധാരണ ആൾക്കാരുടെ വേഷമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് സുവിശേഷമല്ല ഈ അപ്പോസ്തലന്മാർ പറയുമ്പോൾ അതൊക്കെ അവർക്ക് അത്ര ആദ്യമൊന്നും ഉൾക്കൊള്ളാനൊന്നും പറ്റിയില്ല. പക്ഷേ കർത്താവ് അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചപ്പോഴാണ് അവർ കുറേയൊക്കെ ജനങ്ങൾ മാറാൻ തുടങ്ങിയത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവർ അങ്ങോട്ട് പ്രസംഗം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പം ഈ യഹൂദന്മാരെന്തവരുടെ ചിലർ ഈ ജനങ്ങളൊക്കെ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെ പരിഹസിക്കുകയും ക്രിസ്തുവിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ പച്ചയ്ക്ക് പരിഹസിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സുവിശേഷം പറയുന്നവരുടെ എടുത്തുകൊണ്ട് അവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നില്ലേ, ഓരോ കോമഡികൾ വെച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്നത് പോലെ തന്നെ അന്നത്തെ കാലത്ത്, അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് പുരുഷന്മാരെ ജനങ്ങൾ കൂടി നിൽക്കുന്നിടത്ത് വെച്ചുകൊണ്ട് കോമാളിക്കളി കളിച്ചു. അപ്പോൾ ജനങ്ങളെല്ലാം ഇവരുടെ കോമാളിത്തരത്തിൽ വീണപ്പോൾ അവരെ എന്നിട്ട് ഇതൊന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾ 9 വായിച്ചു നോക്കിയേ. എന്നാൽ ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന്റെ മുൻപിൽ ക്രിസ്തു മാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. അതിനാൽ അവൻ അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി ടിറാനോസിന്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ ഏർപ്പെട്ടു പോന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എല്ലാവരും ഈ പുറത്ത് വെച്ചുള്ള നിങ്ങളുടെ കളിയാക്ക് ആംബിയർ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഗ്രീസിൽ തർക്കശാലയുണ്ട് ഗ്രീസിൽ. അപ്പോൾ ആംബിയർ ഉണ്ടെങ്കിൽ അവിടെ ആകുമ്പോൾ പൊതുജനങ്ങൾ മൊത്തം വരുന്നതാണ് തർക്കം കേൾക്കാൻ. ഓരോ റിലീജിയനെ കുറിച്ചും ഡിബേറ്റ് ഉണ്ടാവും, എല്ലാ ദിവസവും കാണും.
നിങ്ങൾ ആമ്പിയറുണ്ടെങ്കിൽ അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോസ്തലന്മാർ അവരെ വെല്ലുവിളിച്ചു, വരാൻ പറഞ്ഞു. ഇവിടെ വെച്ച് കോലാഹലവും വഴക്കും വേണ്ട. അതാകുമ്പോൾ ഡിബേറ്റ് ആകുമ്പം ഒരാൾ കൺട്രോൾ ചെയ്യും, ഒരാൾ അവർക്ക് അവരുടെ അഭിപ്രായം പറയും. യഹൂദന്മാരെ വിളിച്ചു, വാടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്തു ചെയ്യുന്നറിയോ, ഈ പാഠശാലയിൽ ദിനം പ്രതി പറഞ്ഞു എല്ലാ ദിവസവും സംവാദം വെച്ചു, ധൈര്യമുള്ളവൻ വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസാണ് ഇത് ചെയ്തത്. പൗലോസ് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ സംവാദത്തിന് അവർ ഈ കളിയാക്കിയവന്മാരെയും തർക്കിച്ചവന്മാരെയും വിളിച്ചു കൂട്ടി, ധൈര്യം ഉണ്ടേ വാടാന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രീസിലെ സംവാദനശാലയിൽ, ഈ സംവാദനശാല പോലത്തുള്ള ശാല ഇപ്പോഴും ഗ്രീസിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ പൗലോസ് എഫേസസിൽ വാടകയ്ക്ക് ഇതുപോലൊരു ഹാൾ എടുത്തിട്ടാണ് എഫേസസിൽ വചനം പറഞ്ഞത്. അപ്പോൾ ആ ഹാള് ഇപ്പോഴും അവിടെ ഒരു ഹാൾ ഇപ്പോഴും ഉണ്ട്, 2000 വർഷം പഴക്കമുള്ളത്. അപ്പോൾ ഞാൻ തുർക്കിയിൽ പോവുകയാണെങ്കിൽ ഇതെല്ലാം പഠിച്ച് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഇന്നത്തെ കേരളത്തിലെ ആൾക്കാർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ വിശ്വാസം വരത്തില്ല. എഫേസസിൽ പൗലോസ് അവിടെ മണിക്കൂർ ഹാള് കിട്ടും. 11 മണി മുതൽ 3 മണി വരെയായിരുന്നു പൗലോസിൻ്റെ, അല്ലേ? ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്? 11 മണി മുതൽ 3 മണി വരെ എന്നാണ് അല്ലേ? 11 മണി മുതൽ 3 മണി വരെയാണ് പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഹാള് റെൻറ്റിന് എടുത്തുകൊണ്ടിരുന്നത്. ആ റെൻ്റ് അടയ്ക്കാൻ വേണ്ടി പുള്ളി കൂടാരപ്പണി ചെയ്തിരുന്നു. അതൊക്കെ ജോലി ചെയ്തിട്ട് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പണം എടുത്തിട്ടാണ് റെൻ്റ് അടച്ചത്. എന്നാലും ജനങ്ങളുടെ ഇന്ന് ഭാരപ്പെടുത്തില്ല, അന്ന് പട്ടിണിയുടെ സമയമായിരുന്നു. അങ്ങനെ നമ്മുടെ കണക്ക് തന്നെ ഹാള് വാടകയ്ക്ക് എടുത്തിട്ട് സുവിശേഷ വേല ചെയ്ത ആളാണ് പൗലോസ്ലീഹ. അത് എഫേസസിലാണ് ചെയ്തത്. ഗ്രീസിൽ ഈ പാഠശാല വാടകയ്ക്കെടുത്ത്, ഇതൊക്കെ വാടകയ്ക്കാണ്, വെറുതെ പോയി കിട്ടുന്നതല്ല. ഒരു സംവാദം വെക്കണമെങ്കിൽ അവിടെ വാടക കൊടുക്കണം. ദിനം പ്രതി വാടക കൊടുത്തുകൊണ്ട് സംവാദത്തിൽ ഏർപ്പെടാൻ തയ്യാറായി. നോക്കിയേ പൗലോസിൻ്റെ ആ വീര്യം നോക്കിയേ, തലയിൽ കിടക്കുന്ന അഭിഷേകം നോക്കിയേ, പേടിച്ച പുറകോട്ട് ഓടുന്നവനൊന്നുമല്ല. അങ്ങനെ എല്ലാ ദിവസവും തർക്കം നടത്തി ക്രിസ്തുവിന് വേണ്ടിയിട്ട്. ആമേൻ. ചില സഹോദരങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ദിവസങ്ങളോളം ക്രിസ്തുവിനായിട്ട് ഡിബറ്റിൽ ഏർപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോഴത്തെ ഡിബറ്റ് തെറിവിളിയും ബഹളമാണ്. ഇപ്പോഴത്തെ ഡിബറ്റ് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് ഈ നല്ല ഒരു 10 നാണയങ്ങൾ ഇറങ്ങുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുമെന്ന് പറയുന്ന കണക്ക് ചില ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിന് വേണ്ടി ഡിബറ്റിന് ഏർപ്പെട്ടിട്ട് മൊത്തം തെറിവിളിയും ബഹളമാണ്. പൗലോസിൻ്റെ ഒന്നും ഡിബറ്റിൽ അങ്ങനെയില്ല, തെറിവിളിയൊന്നുമില്ല. ഷാർപ്പായി ഡോക്ടറിൻ വെച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 10ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ഇത് 2 വർഷത്തേക്ക് തുടർന്നു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിന്റെ വചനം കേട്ടു. അപ്പോൾ എന്ത് കേട്ടു? അവിടെ വസിച്ചിരുന്ന യഹൂദന്മാരെല്ലാവരും എന്ത് കേൾക്കാനിടയായി? ഹല്ലേലൂയ, യേശുവേ ആരാധന. അവരെന്ത് കേൾക്കാനിടയായി? കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് ഇടയായി. കണ്ടോ ദൈവം. അത് കഴിഞ്ഞപ്പോൾ 11ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മുതലാണ് അടയാളങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി. പൗലോസ് ഏത് കാര്യത്തിൽ തർക്കിക്കുന്നോ ആ തർക്കിക്കുന്ന വിഷയത്തിൽ രോഗശാന്തി ചെയ്യാൻ തുടങ്ങി, അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് തെളിവ് ഞാൻ കൂടുതൽ തരാം. 19-12 മുതൽ വായിച്ചോ, കൂടെ വന്നോ. അവന്റെ ശരീര സ്പർശനമേറ്റ് തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാചുബാധ ഒഴിപ്പിച്ച്. കണ്ടോ പൗലോസിന്റെ ഈ തർക്കം നടത്തിയ ആ വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം എടുത്ത് മുറിച്ചുകൊണ്ട് പോയി രോഗിയുടെ മണ്ട വെച്ചപ്പോൾ അതും കൂടെ സുഖപ്പെട്ടു. ക്രിസ്തുവിന് വേണ്ടി ഒരിടത്തും തല ഉനിക്കത്തില്ല, എവിടെയും ഏതവൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിന്നു. അവിടെയാണ് അവർക്ക് രോഗശാന്തി അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങിയത്. ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ റൂട്ട് പിടികിട്ടുന്നുണ്ടോ? ക്രിസ്തു പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നീ മിണ്ടാതിരിക്കരുത്. കണ്ടോ? മിണ്ടാതിരിക്കാതിരുന്നപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ഇന്നു മുതൽ ഈ വരം നിങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇന്നു മുതൽ കുറച്ച് പേരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി മിണ്ടാതിരിക്കരുത്. പരിഹസിക്കുന്നവരുണ്ടാവും, കളിയാക്കുന്നവരുണ്ടാവും. ധൈര്യത്തോടെ ഇറങ്ങാൻ, സ്തോത്രം, ധൈര്യത്തോടെ ഇറങ്ങാൻ. യേശുവേ സ്തുതിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ശക്തിത. ഇങ്ങനെയാണ് അപ്പോസ്തലന്മാർ ശക്തരായി തീർന്നത്, ഇങ്ങനെയാണ് അഭിഷേകമുള്ളവരായി തീർന്നത്. കർത്താവിൽ പ്രിയരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, ഈ രീതിയിൽ നിങ്ങളുടെ ഹൃദയം അല്പമെങ്കിലും മാറും.
മാറുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കർത്താവ് പരിഹരിക്കും. അതിനൊരു വചനമുണ്ട്. വചനം ഇങ്ങനെ പറയുന്നത്, ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവേൻ, ബാക്കിയുള്ളതെല്ലാം ഞാൻ ക്ലിയർ ചെയ്യാം, ഞാൻ സെറ്റ് ചെയ്ത് തരാം. നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് തരാം. നീ ആദ്യം എൻ്റെ കാര്യം നീ ക്ലിയർ ചെയ്യ്. നിന്നൊരു വരവുണ്ട്, നീ ജനിച്ചതേ അതിനു വേണ്ടിയിട്ടാ. നീ അത് സെറ്റ് ചെയ്യ്, ബാക്കി ഞാൻ ചെയ്യാം. സ്തോത്രം. എത്ര പേർ ഇത് റിസീവ് ചെയ്യുന്നു? നിങ്ങൾ എത്ര പേർ ഇത് റിസീവ് ചെയ്യുന്നു? സ്തോത്രം. അവർ വർഷിപ്പ് ചെയ്യുക, അവർ ആരാധിക്കുക. നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചനത്തിന്റെ പവർ അവരുടെ മേൽ അയക്കണമേ, അയക്കണമേ, അയക്കണമേ. വചനത്തിന്റെ ശക്തിയോ തളർന്നു വീണ വ്യക്തികൾ, പ്രാർത്ഥന നിർത്തിയവർ, പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ചു വരുക. ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. വീടുകളിൽ പ്രാർത്ഥന നിർത്തിയവർ, വീടുകളിൽ പ്രാർത്ഥന നിർത്തിയവർ വീണ്ടും പ്രാർത്ഥനകൾ തുടങ്ങട്ടെ. വീടുകളിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നത് നിർത്തിയവർ വീണ്ടും പ്രാർത്ഥന തുടങ്ങുന്ന ഒരു ശക്തി ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ വീഴുന്നു, 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 നിന്റെ മേൽ വീഴുന്നു. ദൈവവൈതലേ എഴുന്നേൽക്കുക, ദൈവവൈതലേ നീ ജനിച്ചത്, നീ ജനിച്ചത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടപ്പാക്കാണ് ദൈവം നിന്നെ ജനിപ്പിച്ചത്. അതിനാൽ ഈ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ശക്തി സ്വീകരിക്കുക, ശക്തി സ്വീകരിക്കുക, ശക്തി സ്വീകരിക്കുക, ശക്തി സ്വീകരിക്കുക, ശക്തി സ്വീകരിക്കുക, ശക്തി സ്വീകരിക്കുക. ധൈര്യത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. മിണ്ടാതിരിക്കരുതെന്ന് പറഞ്ഞ യേശുവിന്റെ കൽപ്പന സ്വീകരിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കട്ടെ, സ്വീകരിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കട്ടെ. കരഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും കരഘോഷത്തോടെ, ശക്തിയോടെ.
ഒരു നിഴൽ